നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഉണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ലെപ്പേർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറെക്കുറെ ഈ പറഞ്ഞ പോലെ പ്രിലിംസ് പെർസ്പെക്റ്റീവിലായിട്ടായിരിക്കും ആ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് RBIയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പത്രത്തിനകത്ത് കണ്ടിട്ടുണ്ടാവും. RBI പറഞ്ഞ പോലെ ഗവൺമെന്റിലേക്ക് സർപ്ലസ് ട്രാൻസ്ഫർ മീൻസ് ഈ പറഞ്ഞ RBIക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കിട്ടിയ ലാഭത്തിൽ നിന്നും നല്ലൊരു ശതമാനം തുക ഈ പറഞ്ഞ ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ് RBI സെൻട്രൽ ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് നമുക്ക് പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അത് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 റെസ്പെക്ട് ആയിട്ടായിരിക്കും നമ്മളത് പഠിക്കാൻ പോകുന്നത്. ദെൻ തേർഡ് ടോപ്പിക് ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വർഷത്തെ പ്രിലിംസിന് അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്, ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസ്. സോ അവിടെ നിന്ന് ഇന്നത്തെ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് നമ്മൾ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിൾ ഉണ്ട് റഷ്യ ചൈന റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ രണ്ട് ടോപ്പിക് റഷ്യ ചൈനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതിൽ നിന്നുള്ള ചില ഇംപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാൻ പോകുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ് വിത്ത് റെസ്പെക്ട് ആയിട്ടായിരിക്കും ആ ടോപ്പിക് നമ്മുടെ എക്സാം വ്യൂ പോയിന്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ 4 പ്രധാനപ്പെട്ട ടോപ്പിക്സിൽ നിന്നും എടുത്തുള്ള ടോപ്പിക്കിൽ നമ്മൾ പ്രിലിംസിന്റെ MCQയും സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ലെപ്പേർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു ടോപ്പിക് ലെപ്പേർഡ് ഡൈസ് ആഫ്റ്റർ ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ബാർബ്ഡ് വയർ ഫെൻസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ആ ഒരു സ്ലൈഡ് ഇച്ചിരി ആ ഒരു പേപ്പർ കട്ടിങ് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. എന്തായാലും ആ ഒരു ഹെഡ്ലൈൻ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒരു ടോപ്പിക് ബേസിക്കലി നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. നമ്മൾ ഇന്നത്തെ മലയാളം പത്രങ്ങളിലൊക്കെ ആണെങ്കിലും അതിന്റെ ഫ്രണ്ട് പേജിൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ പാലക്കാട് ഒരു തോട്ടത്തിൽ ഈ പറഞ്ഞ പോലെ അവിടെ മുള്ളുവേലിയിൽ ഈ ഒരു ലെപ്പേർഡ് കുടുങ്ങി ഈ പറഞ്ഞ പോലെ അത് അറ്റ്ലാസ്റ്റ് അത് ഈ പറഞ്ഞ പോലെ ഡൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നൊരു വാർത്തയാണിത്. ലെപ്പേർഡ് ഡൈസ് ആഫ്റ്റർ ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ബാർബ്ഡ് വയർ ഫെൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഓരോ വാർത്തകൾ കാണുമ്പോഴേക്കും അതിനകത്ത് കീവേഡ് ഐഡന്റിഫിക്കേഷൻ ആയിരിക്കണം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് കീവേഡ് എന്ന് പറഞ്ഞാൽ ലെപ്പേർഡാണ്. ലെപ്പേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ളത്. സോ അപ്പോൾ ലെപ്പേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ വർഷത്തെ പ്രിലിംസിനും വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. കാരണം ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ 50th ആനിവേഴ്സറി ഓഫ് പ്രൊജക്ട് ടൈഗർ ആണ്. പ്രൊജക്ട് ടൈഗറിന്റെ 50th ആനിവേഴ്സറി ആണ്. UPSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ ഇഷ്ടമുള്ള ആനിമൽ സ്പീഷീസിൽ ഒരെണ്ണമാണ് ഈ ടൈഗർ, അതേപോലെ എലഫന്റ് എന്നൊക്കെ പറയുന്നത്. എലഫന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടൈഗർ സ്പീഷീസിൽ ഗണത്തിൽപ്പെടുന്ന ആ ഒരു ലെപ്പേർഡിനെ കുറിച്ച് വാർത്ത വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല കഴിഞ്ഞ വർഷമാണ് 2023 നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈഗർ സെൻസസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു 2022 ഡേറ്റയാണ് കഴിഞ്ഞ വർഷം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിന്റെയൊക്കെ പെർസ്പെക്റ്റീവിൽ ഈ വർഷം ലെപ്പേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ന്യൂസിനകത്ത് ഞാൻ പറഞ്ഞോട് ഈ സ്ലൈഡിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റസ് ഓഫ് ലെപ്പേർഡ്സ് ഇൻ ഇന്ത്യ 2022 റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്ട് ടൈഗറിന്റെ 50th ആനിവേഴ്സറി ആണ്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിനെ കുറിച്ചിട്ടും വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ നോക്കിയും ഒരു ചെറിയൊരു വാർത്തയായിരുന്നു, പക്ഷെ അതിൽ നിന്ന് നമുക്ക് 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്ന്, ആ ഒരു ലെപ്പേർഡിന്റെ സ്റ്റാറ്റസ്, സർവേയിൽ നിന്നുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ പഠിക്കണം. പിന്നെ പ്രൊജക്ട് ടൈഗർ, പിന്നെ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കി പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യസ് ലെപ്പേർഡ് പോപ്പുലേഷൻ റോസ് ബൈ 8% കേട്ടോ. അപ്പോൾ ആ ഒരു ടോപ്പിക്, ആ പോയിന്റ് പ്രിലിംസിന് ചോദിക്കാം. കാരണം ഇവരുടെ പോപ്പുലേഷൻ കൂടിയെന്നോ അല്ലെങ്കിൽ കുറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തരും. കുറഞ്ഞിട്ടില്ല, കൂടുകയാണ് ചെയ്ത്. 8% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2018 നടത്തിയ സെൻസസിനകത്ത് 12,852 ആയിരുന്നു ലെപ്പേർഡ്സിന്റെ എണ്ണം കൽപ്പിക്കപ്പെട്ടിരുന്നത്. ബട്ട് 2022 ആയപ്പോഴേക്ക് അത് 8% ഇൻക്രീസ് ചെയ്ത് 13,874 എത്തി നിൽക്കിയിരിക്കുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ അബൌട്ട് 65% ഓഫ് ദ ലെപ്പേർഡ് പോപ്പുലേഷൻ ഇസ് പ്രസന്റ് ഔട്ട്സൈഡ് ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഇപ്പം ടൈഗർ റിസർവ്സ്, ആ മേഖലകളൊക്കെ തന്നെ അവയിലും അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ പോലെ 65% ലെപ്പേർഡ് പോപ്പുലേഷനെ വിറ്റ്നസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓൾമോസ്റ്റ് 65% ലെപ്പേർഡ് പോപ്പുലേഷൻ ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഇൻസൈഡ് അല്ല, ഔട്ട്സൈഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലേക്ക് വെച്ചേക്കണം. ദെൻ ഇവയുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ആയിട്ട് ഹിമാലയാസിലും അതേപോലെ ശിവാലിക് ഹിൽസ്, ശിവാലിക് റേഞ്ചുകളിലൊക്കെ തന്നെ പ്രിഫേർഡ് ലൊക്കേഷൻസ് ആയിട്ട് പറയപ്പെടാറുണ്ട്. പിന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പം ഉത്തരാഖണ്ഡിലായാലും ഹിമാചൽ പ്രദേശിലായാലും ഹരിയാന, പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ മേഖലകൾ, ഉത്തർപ്രദേശ്, ഇവയൊക്കെ തന്നെ ഇവയുടെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ റീജിയണൽ വേരിയേഷൻസും കാണപ്പെടാറുണ്ട്. സെൻട്രൽ ഇന്ത്യ ഷോസ് സ്റ്റേബിൾ. സെൻട്രൽ ഇന്ത്യ ഭാഗങ്ങളിലാണ് ഈ ലെപ്പേർഡിന്റെ ഒരു സ്റ്റേബിൾ പോപ്പുലേഷൻ കഴിഞ്ഞ സെൻസസിലാണെങ്കിലും ഈ സെൻസസിലാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മറ്റ് മേഖലകളിലേക്ക്, എസ്പെഷ്യലി ശിവാലിക് ഹിൽസ് മേഖലകളിലേക്ക്, ഗാംഗറ്റിക് പ്ലെയിൻസ് മേഖലകളിൽ ഈ പറഞ്ഞ പോലെ ഇവയുടെ പോപ്പുലേഷനിൽ വേരിയേഷൻ കാണപ്പെടാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ദെൻ സ്റ്റേറ്റ് വൈസ് ലെവൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം ഇത് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ഹയസ്റ്റ് ലെപ്പേർഡ് പോപ്പുലേഷൻ കാണപ്പെടുന്നത് മേ ബി കേരളത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റിച്ചൊക്കെ ചോദിക്കാം. അങ്ങനെയല്ല, മധ്യപ്രദേശിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ലെപ്പേർഡ്സ് ഉള്ളത്. 3,907 3,907 ലെപ്പേർഡ്സ് ആണ് മധ്യപ്രദേശിലുള്ളത്. നമ്മൾ നോക്കിയ ടോട്ടൽ ഇപ്പം 13,000 ഉള്ളത്. അതിൽ 3,000 മധ്യപ്രദേശിലുണ്ട്. ഫോളോഡ് ബൈ മഹാരാഷ്ട്ര, കർണാടക ആൻഡ് തമിഴ്നാട്. അതാണ് അതിന്റെ ഓർഡർ. ആ ഓർഡർ ഒന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്കുക. മധ്യപ്രദേശ് ഫസ്റ്റ്, അതിന് താഴെ മഹാരാഷ്ട്ര, പിന്നെ കർണാടക, അത് കഴിഞ്ഞിട്ട് തമിഴ്നാട് വരുന്നത്. അപ്പൊ ടോപ്പ്
4 സ്റ്റേറ്റ്സ് ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കണം, ആവശ്യം വരും. ഓക്കെ, സോ ദെൻ ഈ പറഞ്ഞ പോലെ കേരള, തെലങ്കാന, ഛത്തീസ്ഗഡ്, ബീഹാർ, ഗോവ ഇവയൊക്കെ തന്നെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെൻസസിനകത്ത് 2018 അപേക്ഷിച്ച് 2022 സെൻസസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കേരള, തെലങ്കാന, ഛത്തീസ്ഗഡ്, ബീഹാർ, ഗോവയിലൊക്കെ തന്നെ ലെപ്പേർഡ് പോപ്പുലേഷൻ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ് ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ പത്രം വായിക്കുമ്പോഴേക്കും ഓരോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിച്ചു പോകേണ്ടത്. ഇനി അടുത്തതാണ് ഈ ലെപ്പേർഡ്സിന്റെ പ്രധാനപ്പെട്ട ത്രെട്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ ത്രെട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ എക്സാമിന് ചോദിച്ചാലും ഏകദേശം നമുക്ക് പത്രമൊക്കെ നിങ്ങൾ ഡെയിലി വായിക്കുന്ന കാരണം ആ ഓപ്ഷൻസ് നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നതാണ് ഇതുപോലുള്ള ഡേറ്റാസ്. UPSC ഇപ്പോൾ ഇതുപോലുള്ള ഡേറ്റാസും ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് അങ്ങനെ, അല്ലെങ്കിൽ കഴിഞ്ഞ സെൻസസിനെ അപേക്ഷിച്ച് ഈ വർഷം കൂടിയോ കുറഞ്ഞോ, അങ്ങനെയുള്ള ട്രെൻഡുകളും കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ത്രെട്ടുകൾ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് നമുക്ക് അറിയാവുന്നതാണ്. പോച്ചിങ് ഇവയുടെ വലിയൊരു പ്രശ്നം തന്നെയാണ് പോപ്പുലേഷൻ കുറയുന്നതിന്. പിന്നെ ഹാബിറ്റാറ്റ് ലോസ്, ഫ്രാഗ്മെന്റേഷൻ, അത് ക്ലൈമറ്റ് ചേഞ്ചിന് ഉദ്ദേശിക്കുന്നു. ദെൻ ഹ്യൂമൻ ലെപ്പേർഡ് കോൺഫ്ലിക്ട്, ഇപ്പോൾ ഇന്ന് നമ്മൾ വാർത്തയിൽ വന്നിരിക്കുന്ന ഈ ഹ്യൂമൻ ലെപ്പേർഡ് കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് ഓർത്തിരിക്കണം. IUCN പ്രകാരം വൾണറബിൾ ആണ്. സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുന്നതാണ്. എന്താണ് സൈറ്റ്സ് എന്നുള്ള കാര്യമൊക്കെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വെച്ചിട്ട് ഞാനത് പറഞ്ഞു പോകാത്തത്. IUCN ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വൾണറബിൾ സ്റ്റാറ്റസ് ആണ്. സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് 1 ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈറ്റ്സ്. ദെൻ ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾഡ് 1 ഉൾപ്പെട്ട, ഷെഡ്യൂൾ 1 എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള സ്പീഷീസ് ആണ്. സോ ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ലെപ്പേർഡ്സിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ IBC അഥവാ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഈ വർഷത്തെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ, കാരണം അതുപോലെ വാർത്തയിൽ ഉണ്ടായിരുന്നു ഈ ടോപ്പിക്ക്. സോ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്ത്യ ഇതിന്റെ ഭാഗമാണ്. പക്ഷേ ഓർത്തിരിക്കണം, ഇന്ത്യ മാത്രമല്ല, ഇതൊരു മൾട്ടി കൺട്രി മൾട്ടി ഏജൻസി കോലീഷൻ ആണ്. അതായത് ഏകദേശം ഇതുപോലുള്ള ടൈഗേഴ്സിനൊക്കെ തന്നെ വിറ്റ്നസ് ചെയ്യപ്പെടുന്ന 96 രാജ്യങ്ങൾ, 96 ബിഗ് ക്യാറ്റ് റേഞ്ച് കൺട്രീസ് എന്നറിയപ്പെടുന്ന ഇവയുടെ ഒരു കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. എന്ന് പറഞ്ഞുകൊണ്ട് ടൈഗേഴ്സിനെ സ്പോട്ട് ചെയ്യാത്ത രാജ്യങ്ങൾക്ക് ഇതിലേക്ക് പെർമിഷൻ ഇല്ല എന്നൊന്നുമല്ല. നോൺ റേഞ്ച് കൺട്രീസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ദേ ക്യാൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് വെക്കണം. ഇവിടെ നമ്മൾ ബിഗ് ക്യാറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും അതൊരു ഗ്രൂപ്പാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ടൈഗേഴ്സ്, ലയൺസ്, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, പ്യൂമ, ജാഗ്വർ ആൻഡ് ചീറ്റ. ഇപ്പൊ തന്നെ ആ ഒരു ഓർഡർ പഠിച്ചു പോയേക്കുക. ബിഗ് ക്യാറ്റ്സ് പറയുമ്പോഴേക്ക് ടൈഗേഴ്സ്, ലയൺസ്, ലെപ്പേർഡ്സ്, സ്നോ ലെപ്പേർഡ്, പ്യൂമാസ്, ജാഗ്വേഴ്സ് ആൻഡ് ചീറ്റേഴ്സ് ഇവയാണ് നമ്മൾ ബിഗ് ക്യാറ്റ്സ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇവയുടെ ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ ആണ് ഈ ബിഗ് ക്യാറ്റ് അലയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവയുടെ സ്ട്രക്ചേഴ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ഇന്ത്യയിലാണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കുക. അതുകൊണ്ടാണ് ഇത്രയും വാർത്തയിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയിലാണ്. ഇന്ത്യ മാത്രമല്ല ഇതിനകത്തുള്ളത്, 96 ബിഗ് ക്യാറ്റ് റേഞ്ച് കൺട്രീസ് ഇതിന്റെ ഭാഗമാണെന്നുള്ള കാര്യം ഓർക്കുക. നോൺ റേഞ്ച് കൺട്രീസിനും ഇൻട്രസ്റ്റഡ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് ചേരാനായിട്ട് സാധിക്കും. അപ്പം ബിഗ് ക്യാറ്റ്സ് എന്ന് പറയുന്നത് ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, പ്യൂമ, ജാഗ്വർ ആൻഡ് ചീറ്റസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിരിക്കാം. അപ്പം ഓരോക്കറിയും ഇത്രയാണ് ഈ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ആ ടൈഗറിന്റെ കൺസർവേഷൻ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിനെ കുറിച്ചിട്ടും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ടോപ്പിക്കല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാം. പിന്നെ നമ്മൾ ആ സ്റ്റാറ്റസും കണ്ടിട്ടുണ്ടായിരുന്നു, ആ സർവേയുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിലേക്ക് കിടക്കുകയാണ്. എക്കണോമിക്സിന്റെ വ്യൂ പോയിന്റിലെ ആർട്ടിക്കിളാണ്. RBIയുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ വളരെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതൊക്കെയാണ്. എനിക്ക് PYQയിൽ നിങ്ങൾക്ക് ചോദ്യം കാണാനായിട്ട് സാധിക്കും. RBIയുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിലേക്കുള്ള സർപ്ലസ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട്. സോ RBI ടു ട്രാൻസ്ഫർ 2,10,874 crore rupees സർപ്ലസ് ടു സെൻട്രൽ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 24 എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് ബേസിക്കലി അറിയാവുന്നതാണ്, RBI എന്ന് പറയുന്നത് ഇറ്റ്സ് ഹോളി ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് RBI എന്ന് പറയുന്നത്. മുഴുവൻ ഓഹരികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൈകളിൽ തന്നെയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് RBIയുടെ എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് അനാവശ്യമായിട്ട് ഇടപെടാറില്ല. കാരണം RBIയുടെ സ്ഥാനം അങ്ങനെയാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. എ സർട്ടൺ ലെവൽ ഓഫ് ഓട്ടോണമി ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ആർക്ക് കൊടുത്തിട്ടുണ്ട്? RBI കൊടുത്തിട്ടുണ്ട്. ബട്ട് ഒരു ഹോളി ഓൺഡ് ഗവൺമെന്റിന്റെ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഗവൺമെന്റിന്റെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെയാണെങ്കിലും എല്ലാ വർഷവും അവരുടെ പ്രോഫിറ്റിൽ നിന്നും ഇത്ര ഒരു പെർസെന്റേജ് ഗവൺമെന്റിന് കൊടുക്കാറുണ്ടല്ലോ. എന്നതുപോലെ തന്നെയാണ് RBIയും ഒരു ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം അവർക്ക് കിട്ടിയ ലാഭത്തിന്റെ ഒരു വിഹിതം, ഈ പറഞ്ഞ മുഴുവനെന്നല്ല, ലാഭത്തിന്റെ ഒരു വിഹിതം ആർക്ക് കൊടുക്കാറുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ബാക്കി എന്തിനു ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാക്കി ഈ പറഞ്ഞ RBIയുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബാങ്കുകളെ മുഴുവനും പിടിച്ചു നിർത്തുന്നത് RBI ആണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലൊരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ RBI അത് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് RBIക്ക് ഒരു കണ്ടിജന്റ് റിസർവ് ഉണ്ട്. അതായത് മീൻസ് ഒരു സേഫ്റ്റി റിസർവ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ സൂക്ഷിച്ചൊക്കെ വെക്കുമല്ലോ, അങ്ങനെ രീതിയിൽ ഈ പറഞ്ഞ പോലെ RBI സൂക്ഷിച്ച് വെക്കുന്നതാണ് ഈ കണ്ടിജന്റ് റിസർവ്. CR എന്നുള്ള ഷോർട്ടിൽ വേണമെങ്കിൽ പറയാം, കണ്ടിജന്റ് റിസർവ് ഫണ്ട് എന്നൊക്കെ പറയും. ആ ഒരു ഫണ്ടിലേക്ക്
ബേസിക്കലി ആർ ബിയുടെ ബാലൻസ് ഷീറ്റിന്റെ 6%, 5.5 മുതൽ 6% തുക ഈ പറഞ്ഞ പോലെ ആർ ബി ഐ മാറ്റി വെച്ചിരിക്കണം. എത്രയാണോ ആർ ബിയുടെ ബാലൻസ് ഷീറ്റിലെ കണക്കുകൾ, അതിന്റെ 5.6 മുതൽ 6% വരെ മിനിമം കേട്ടോ, അതിന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും വെക്കാം, എന്നാലും മിനിമം ഇത്ര പെർസെന്റേജ് എമൗണ്ട് എങ്കിലും ഈ കണ്ടിജന്റ് റിസർവ് ഫണ്ടിലേക്ക് ആർ ബി ഐ മാറ്റി വെക്കണം. ആ മാറ്റി വെച്ചിട്ടും സ്റ്റിൽ ഒരുപാട് പൈസ ആർ ബി ഐയുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ആർ ബി ഐക്ക് സെൻട്രൽ ഗവൺമെന്റിന് ഈ പൈസ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇങ്ങനെ നടക്കുന്നതിനെയാണ് ആർ ബിയുടെ സർപ്ലസ് ട്രാൻസ്ഫർ എന്ന് ബേസിക്കലി പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 5.5 to 6% മിനിമം കണ്ടിജന്റ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞത്. ഇത് ബേസിക്കലി ഇവിടെ പറഞ്ഞത് ബിമൽ ജലാൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. 2019 വന്ന ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ബിമൽ ജലാൽ കമ്മിറ്റി റിപ്പോർട്ട്. ആർ ബിയുടെ മുൻ ഗവർണർ ഒക്കെ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഒരു 6 അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക, ഒരു കണ്ടിജന്റ് റിസർവ് ഫണ്ടിലേക്ക് ഇത്ര എമൗണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഗവൺമെന്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിന് മുമ്പ് കുറച്ച് ഈ പറഞ്ഞ പോലെ അതിന്റെ എന്താ പറയാ, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് വന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അടുത്ത സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ പറഞ്ഞ പോലെ എന്താണ് ആർ ബിയുടെ ആ ഒരു സർപ്ലസ് ട്രാൻസ്ഫർ എന്നുള്ളത് ഏറെക്കുറെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. സോ ഇവിടെ ഈ സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ കൊടുത്ത ഡേറ്റ വരെയാണുള്ളത്. ഈ വർഷം കൊടുത്ത 2 ലക്ഷം കോടി രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അടുത്ത ഒരു ടേബിൾ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യേണ്ടതായിട്ട് ഇപ്പത്രോം. ഓക്കെ, 2 ലക്ഷം കോടി രൂപ ഇതുവരെ ആർ ബി ഐ ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എമൗണ്ട് ആണ് ഈ വർഷം ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇയർ 23-24 ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ഗവൺമെന്റ് ഇപ്പോൾ ആർ ബി ഐ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇത് ഇങ്ങനെ ഒരു ടേബിളിൽ നിന്നും ആർ ബി നമ്മുടെ യു പി എസ് സിക്ക് ചോദിക്കാൻ സാധിക്കുന്ന ആ ട്രെൻഡുകൾ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ട്രെൻഡ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ യു പി എസ് സി ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നുള്ള കാരണം ഈ സർപ്ലസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെൻഡ് നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓരോ വർഷവും അങ്ങനെ എല്ലാ വർഷവും അടുപ്പിച്ച് കൂടുന്നോ, ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ട്രാൻസ്ഫർ കൂടുന്നു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 22-23 87,000 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് 21-22 30,307 മാറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെറിയൊരു ഇൻക്രീസ് ഉണ്ട്. പക്ഷേ 2020-21 99,000 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്താണ്. അത് പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി, ഇപ്പം വീണ്ടും കൂടിയിരിക്കുക. അപ്പോൾ ഒരു ഇൻക്രീസിങ് ഡിക്രീസിങ് ആ ഒരു ട്രെൻഡിനേ ഉള്ളൂ. ബട്ട് ഓർത്തിരിക്കേണ്ട, കഴിഞ്ഞ 2 വർഷത്തെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കഴിഞ്ഞ 2 വർഷത്തേക്കാളും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇതുവരെ ആർ ബി ഐ ട്രാൻസ്ഫർ ചെയ്തതിൽ ഏറ്റവും വലിയൊരു തുകയായിട്ട് വേണമെങ്കിൽ ഈ വർഷം ട്രാൻസ്ഫർ ചെയ്തതിനെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ, ഇനിയുള്ള കാലഘട്ടത്തിലെ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട്. സോ എനിവേ, എവിടെ നിന്നാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഇപ്പം ലാഭത്തിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ആർ ബിക്ക് ഇത്രമാത്രം ലാഭം കിട്ടുന്നത്? ലാഭം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ചെലവും വരവും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ പ്രധാനമായിട്ടും ആർ ബിയുടെ വരുമാന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആർ ബിയുടെ ചെലവ് ഏതൊക്കെ മാർഗ്ഗത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ആർ ബിയുടെ പ്രോഫിറ്റ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ആർ ബിയുടെ പ്രധാനപ്പെട്ട ചെലവുകൾ ഏതാണെന്ന് നോക്കി. ഒന്ന്, പ്രിന്റിംഗ് ഓഫ് കറൻസി നോട്ട്സ്. കാരണം നമ്മുടെ രാജ്യത്തെ കറൻസി നോട്ടുകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ലൈബിലിറ്റി ആരുടെ കൈകളിലാണ്? ആർ ബിയുടെ. എല്ലാ കറൻസി നോട്ടും ഞാൻ പറയുന്നില്ല, കാരണം ₹1 നോട്ട് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ ലൈബിലിറ്റിയാണ്. നമ്മളിപ്പം കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ ₹1 നോട്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ₹1 നോട്ട് എന്ന് പറയുന്നത്. അത് എപ്പോഴൊന്നും അച്ചടിക്കത്തില്ല, വളരെ അപൂർവ സിറ്റുവേഷൻസിൽ മാത്രമേ ഈ ₹1 നോട്ട് അച്ചടിക്കാറുള്ളൂ. ഈ ₹1 നോട്ട് എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ലൈബിലിറ്റി അല്ല, അത് ആരുടെയാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെയാണ്. പക്ഷെ അത് നാട്ടിലേക്ക് റെഗുലേറ്റ് മീൻസ് ഈ പറഞ്ഞ പോലെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ആർ ബി ഐ മുഖാന്തരം. അതിന്റെ പ്രിന്റിംഗും കാര്യങ്ങളൊക്കെ നടത്തുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണെങ്കിലും അത് രാജ്യത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇഷ്യൂ ചെയ്യുന്നത് ആർ ബി ഐ തന്നെയാണ്. അപ്പോൾ ഓൾഡ് കറൻസി നോട്ട്സ് എന്ന് പറയുന്നില്ല, കറൻസി നോട്ട്സ് എക്സെപ്റ്റ് ₹1 നോട്ട് ഒഴികെ ബാക്കിയെല്ലാം പ്രിന്റ് ചെയ്യുന്ന ആരാണ്? ആർ ബി ആണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ദെൻ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് ആൻഡ് ബോറോയിങ്സ്. ആർ ബി ഐയിൽ ഈ പറഞ്ഞ പോലെ ബാങ്കുകൾക്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ഒക്കെ ഇടാമല്ലോ, നമുക്ക് റിവേഴ്സ് റിപ്പോ മാർഗത്തിലൂടെ ഒക്കെ കൊണ്ട് ആർ ബി ഐ ഡിപ്പോസിറ്റ് ഇടാം. അപ്പോൾ അവിടെ ആ ഡിപ്പോസിറ്റ് ഇടുന്നതിന് തീർച്ചയായിട്ടും ആർ ബി ഐ ആ ബാങ്കുകൾക്ക് പലിശ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ആർ ബി ഐയുടെ ചെലവ് തന്നെയാണ്. പിന്നെ ആർ ബി ഐയുടെ സ്റ്റാഫുകൾക്ക് സാലറിയും പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആർ ബി ഐയുടെ മറ്റ് ഓപ്പറേഷണൽ എക്സ്പെൻസസ്, ഓഫീസിന്റെ ഒക്കെ തന്നെ എക്സ്പെൻസസ്. ദെൻ ഈ പറഞ്ഞ പോലെ കണ്ടിജൻസി, ഞാനിപ്പോൾ പറഞ്ഞില്ല തൊട്ട് സിയർ കണ്ടിജൻസി റിസർവ് ഫണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പൈസ മാറ്റി വെക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആർ ബി ഐക്ക് ഉണ്ട്, ചെലവുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആർ ബി ഐയുടെ ഇൻകം ഏതൊക്കെയാണെന്ന് നോക്കാം. വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോൾഡിംഗ്സ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ സെക്യൂരിറ്റീസിന്റെ ഹോൾഡിംഗ്സ് ഉള്ള വരുമാനങ്ങൾ, ഫീസ് ആൻഡ് കമ്മീഷൻസ് ഫ്രം ഇറ്റ് സർവീസസ് എന്ന ഫീസിന്റെ കാര്യങ്ങൾ, ദെൻ ഈ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിന്റെ ഇതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റുകൾ, ദെൻ സബ്സിഡറി ബാങ്കുകളിൽ നിന്നൊക്കെ തന്നെ കിട്ടുന്ന ലാഭങ്ങൾ, ആർ ബി ഐയിൽ കിട്ടുന്ന ലാഭങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ആർ ബി ഐയുടെ വരുമാനങ്ങൾ. ഈ വരുമാനവും ഈ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ് ആർ ബി ഐയുടെ പ്രോഫിറ്റ് ആയിട്ട് ബേസിക്കലി ആക്ട് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റിൽ നിന്നും കണ്ടിജന്റ് റിസർവ് ഫണ്ടിലേക്കൊക്കെ വേണ്ടിയിട്ട് പൈസ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഇത്ര ഉണ്ടോ അതാണ് ആർ ബി ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സർപ്ലസിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്ന എവിടെയാണ്? ആർ ബി ആക്ട് ഓഫ് 1934 സെക്ഷൻ 47 ആർ ബി ഐയുടെ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നത്.
ഇനി RBI എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്രമാത്രം വലിയ തുകകൾ കൊടുത്തു തുടങ്ങിയത് 2013 ശേഷമാണ്. ആഫ്റ്റർ ദ കമ്മിറ്റി ഓഫ് YH മാലേഗം കമ്മിറ്റി. YH മാലേഗം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ തുകകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നോക്കിയാൽ നമ്മളിപ്പം ഈ ഗ്രാഫിനകത്താണ് 2013 ശേഷമുള്ളതാണ് വലിയ തുകകൾ ബേസിക്കലി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു YH മാലേഗം കമ്മിറ്റിക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഹയർ ട്രാൻസ്ഫർ ഗവൺമെന്റിലേക്ക് RBI കൊടുക്കാൻ തുടങ്ങിയുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ RBI ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഒരു ഫോർമുല വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ആ ഫോർമുല റെക്കമെൻഡ് ചെയ്തതായിരുന്നു ബിമൽ ജലാൽ കമ്മിറ്റി റിപ്പോർട്ട്. അതാണ് സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് റെക്കമെൻഡഡ് എ സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി വിച്ച് ടാർഗറ്റ്സ് എ ലെവൽ ഓഫ് റിയലൈസ്ഡ് ഇക്വിറ്റി ടു ബി മെയിൻറ്റൈൻഡ് ബൈ ദ RBI. ഈ റിയലൈസ്ഡ് ഇക്വിറ്റിയുടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടിജന്റ് റിസർവ് ഫണ്ട്. ഈ ഒരു എമൗണ്ട് ബേസിക്കലി RBIയുടെ ബാലൻസ് ഷീറ്റിന്റെ 5.5% മുതൽ 6% ഉണ്ടായിരിക്കണം. ഈ പൈസ മാറ്റി വെച്ചിട്ട് ബാക്കി സ്റ്റിൽ ഇനിയും പൈസ ഉണ്ടെങ്കിൽ RBIക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് ദിസ് Bimal Jalal Committee has also suggested that RBI's economic capital framework may be periodically revised every 5 years. ഓരോ 5 വർഷം കൂടുമ്പോൾ RBIയുടെ എക്കണോമിക് ക്യാപിറ്റൽ റിവൈസ് ചെയ്യണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിമൽ ജലാൽ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കാം, ബിമൽ ജലാൽ കമ്മിറ്റി റിപ്പോർട്ട് റീസെന്റ് സീൻ ന്യൂസ് ഇസ് കണക്റ്റഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അവിടെ ഇപ്പോൾ RBIയുടെ ഈ ഒരു കണ്ടിജന്റ് റിസർവ് അല്ലെങ്കിൽ കൂടുതൽ എക്സാമിന് കണ്ടിജന്റ് റിസർവ് എന്നായിരിക്കും ചോദിക്കുന്നത്, റിയലൈസ്ഡ് ഇക്വിറ്റിയും ചോദിക്കും. കാരണം കണ്ടിജന്റ് റിസർവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. റിയലൈസ്ഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല, ഇത് ആ ഒരു കമ്പോണന്റ് ആണെന്നുള്ളത് വിചാരിക്കത്തില്ല. അപ്പോൾ വിമൽ ജലാൽ കമ്മിറ്റി റിപ്പോർട്ട്, ദെൻ YH മാലേഗം കമ്മിറ്റിയും ചോദിക്കാം. YH മാലേഗം കമ്മിറ്റി റീസെന്റ് സീൻ ന്യൂസ് വാസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അതും ഈ പറഞ്ഞ RBIയുടെ സർപ്ലസ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡീകോഡ് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ട ഈ സർപ്ലസ് ട്രാൻസ്ഫർ ഇത്രയും കോടി രൂപ RBI ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അതുമൂലം ഉണ്ടാകാൻ പറ്റുന്ന എന്തൊക്കെ ഇംപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം വലിയൊരു തുകയാണ് ഗവൺമെന്റിൽ കിട്ടാൻ പോകുന്നത്. എസ്പെഷ്യലി ബഡ്ജറ്റിലൊക്കെ ഗവൺമെന്റ് വരവ് പ്രതീക്ഷിക്കുന്ന എല്ലാ മാർഗത്തിലൂടെയും ഗവൺമെന്റ് വരുമാനം കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെ കിട്ടാതെ വരുന്ന വരുമാനത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഏത് സഹായിക്കും? RBIയുടെ ഈ സർപ്ലസ് ട്രാൻസ്ഫർ ഗവൺമെന്റിനെ സഹായിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഫിസ്ക്കൽ റിലീഫ് ഫോർ ദ ഗവൺമെന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇംപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് പറയേണ്ടത്. Then it helps compensate for the potential shortfalls in tax buoyancy. അതായത് ടാക്സ് റേറ്റുകൾ ഉയർത്താതെ ടാക്സിൽ നിന്ന് വരുമാനം കിട്ടുമ്പോഴാണ് ടാക്സ് ബോയന്റ് ആണ് നമ്മൾ ബേസിക്കലി പരാമർശിക്കുന്നത്. നമ്മൾ ബഡ്ജറ്റിൽ ഈ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഇങ്ങനെയൊക്കെ നടന്നേക്കാം എന്നൊരു എക്സ്പെക്ടേഷൻ, ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം. അപ്പോൾ ഇൻ കേസ് നമ്മൾ വിചാരിച്ച പോലെ ടാക്സ് ബോയന്റ് ആയില്ലെങ്കിൽ നമുക്ക് വരുമാനം കുറഞ്ഞേക്കാം. ആ കുറയുന്ന വരുമാനത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഏത് സഹായിക്കും? ഈ RBIയുടെ സർപ്ലസ് ട്രാൻസ്ഫർ ഒരു പരിധി വരെ ഗവൺമെന്റ് സഹായിക്കും. പിന്നെ ഗവൺമെന്റ് ഇത്രമാത്രം പൈസ അഡീഷണൽ കിട്ടുന്ന കാരണം ഗവൺമെന്റ് വിചാരിച്ച ചില മാർഗ്ഗങ്ങളുണ്ടാവും വരുമാനം കണ്ടെത്താനായിട്ട്. സജാസ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഷെയറുകൾ വിറ്റഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടും വരും. അതായത് മീൻസ് അത് ചെയ്യാതെ തന്നെ ഇപ്പോൾ പൈസ കിട്ടിയല്ലോ, അപ്പം ഇനി മുതൽ ആ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു സ്ഥാപനങ്ങളെ വിറ്റഴിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഗവൺമെന്റ് പോയേക്കും. അപ്പം ഇറ്റ് വിൽ ഹെൽപ്പ് ടു ലോവർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ദെൻ ഫിസിക്കൽ ഡെഫിസിറ്റുകൾ മാനേജ് ചെയ്യാനായിട്ട് സർക്കാരിനെ അത് സഹായിക്കും. ഇതിന്റെ പോസിബിൾ ഇംപ്ലിക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ലിക്വിഡിറ്റിയെ ബാധിക്കും. കാരണം ഗവൺമെന്റിന് ഈ പൈസ കിട്ടുമ്പോൾ ഗവൺമെന്റ് കൈവച്ചുകൊണ്ടിരിക്കത്തില്ല, ഗവൺമെന്റ് നാട്ടിൽ എല്ലാവർക്കും വിതരണം ചെയ്യും. ഈ ഓരോരോ സബ്സിഡികൾ മുഖാന്തരമായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷനുകളൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് ഗവൺമെന്റ് നാട്ടിലേക്ക് ചെലവഴിക്കും. ഇങ്ങനെയൊക്കെ ചെലവഴിക്കുമ്പോഴേക്കും ജനങ്ങളുടെ കയ്യിലെ പൈസയുടെ അളവ് കൂടും. കയ്യിലെ പൈസയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ നാട്ടിൽ സാധനങ്ങൾ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ എന്താ വരാൻ പോവുക? ഇൻഫ്ലേഷൻ വരും. സോ ഇൻ ഓർഡർ ടു ടാക്കിൾ ദിസ് ഇൻഫ്ലേഷൻ RBI വിൽ ഹാവ് ടു ഇൻക്രീസ് ഇറ്റ്സ് പോളിസി റേറ്റ്സ്. RBIയുടെ പോളിസി റേറ്റുകളായ റിപ്പോ, റിവേഴ്സ് റിപ്പോ പോലുള്ള റേറ്റുകളൊക്കെ തന്നെ RBIക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻ ടേൺ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു എ ടൈറ്റനിങ് ഓഫ് ലിക്വിഡിറ്റി കണ്ടീഷൻ. മാർക്കറ്റിലെ ലിക്വിഡിറ്റി കണ്ടീഷൻസ് ടൈറ്റൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷണറി പോളിസിയിലേക്ക് പോകാനായിട്ട് RBI ആ കാര്യങ്ങൾ പ്രേരിപ്പിച്ചേക്കാം. അപ്പോൾ ഇത് ഒരു വഴിയിലൂടെ പോകുന്ന പൈസ തിരികെ വീണ്ടും എങ്ങോട്ട് തന്നെ കയറി ചെല്ലും, RBIയിലേക്ക് തന്നെ സാധനം കയറി ചെന്നോളും. അതാണ് എന്താ പറയുക, മീൻസ് ഈ മണി സപ്ലൈ എന്ന് പറയുന്നത് ഒരു ബൈ ഡയറക്ഷണൽ കാര്യമായിട്ട് നമ്മൾ പണ്ടും പഠിക്കുന്ന ഈ കാര്യം തന്നെയാണ്. ഇത് യൂണി ഡയറക്ഷനൽ അല്ല, ഒരു സൈഡിലേക്ക് മാത്രമല്ല പോകുന്നത്. ഇപ്പോൾ RBIയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റിലേക്ക് എത്തി, ഗവൺമെന്റിന്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഇത് ജനങ്ങളിലേക്ക് എത്തും. RBI ഇങ്ങനെ ജനങ്ങളിലേക്ക് ഈ പൈസ എത്തി കഴിയുമ്പോഴേക്കും നാട്ടിൽ ഇൻഫ്ലേഷൻ വരും, പോളിസി റേറ്റുകൾ ഉയർത്തും. പോളിസി റേറ്റുകളൊക്കെ ഉയർത്തുമ്പോഴേക്കും കയ്യിൽ പൈസയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയി എന്തുപടി എത്തും? ബാങ്കുകളിൽ കൊണ്ടുപോയിടും. ഈ ബാങ്കുകളിൽ നിന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റിവേഴ്സ് റിപ്പോയിലൂടെ പൈസ എങ്ങോട്ടേക്ക് കയറി ചെല്ലും? RBIയിലേക്ക് കയറി ചെല്ലും. അപ്പോൾ ഇതൊരു ഒരു ബൈ ഡയറക്ഷണൽ ഫ്ലോ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാനായിട്ടും സാധിക്കും. ഓക്കെ, ശരി, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നേക്കാം. ദെൻ അടുത്ത് നമ്മൾ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ക്രിട്ടിക്കൽ മിനറൽസ്. ഈ വർഷത്തെ പ്രിലിംസിന് വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഗെയിൻസ് ഫ്രം ക്രിട്ടിക്കൽ മിനറൽസ് ഡ്രൈവ് അൺലൈക്ലി ബിഫോർ 2031. അതായത് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് 2030 ശേഷം 31
2021 ശേഷമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോ ഇതിന്റെ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ റീസെന്റ് കുറച്ച് നാളുകൾ മീൻസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് റേഞ്ചിൽ ക്രിട്ടിക്കൽ മിനറലായ ലിഥിയത്തിന്റെ പ്രസൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ലിഥിയത്തിന്റെ പ്രസൻസിന്റെ ആവശ്യം അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ലിഥിയം എന്ന് പറയുന്ന സാധനം നമുക്ക് ബാറ്ററീസ് എസ്പെഷ്യലി ഇലക്ട്രോണിക് വെഹിക്കിൾസിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് അതിന്റെ ബാറ്ററീസ്. ആ ഇലക്ട്രോണിക് ബാറ്ററീസ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ലിഥിയത്തിന്റെ ആവശ്യം വേണം. സോ ലിഥിയത്തിന്റെ റിസർവ് ഉള്ളത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചൈനയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിഥിയം എന്ന് പറഞ്ഞാൽ ബേസിക്കലി വൈറ്റ് ഗോൾഡ് ആണ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നതും ലിഥിയം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ അർജന്റീന, സൗത്ത് അമേരിക്കൻ കൺട്രീസിലൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ റിസർവും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ത്യ പ്രധാനമായിട്ട് ഇത് ഇറക്കുമതി ചെയ്യുന്നത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല റിസർവ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറക്കുമതി ചെയ്യേണ്ട, നമുക്ക് ഇവിടെയുള്ള സാധനം നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട കീവേഡ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളതാണ്. സോ ആദ്യമേ തന്നെ എന്താണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. സോ ഏതൊരു മിനറലിന് വേണമെങ്കിലും ഈ ക്രിട്ടിക്കൽ മിനറലായിട്ട് മാറാൻ സാധിക്കും. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദ റിസ്ക് ഓഫ് സപ്ലൈ ഷോർട്ടേജ് ആൻഡ് അസോസിയേറ്റഡ് ഇമ്പാക്ട് ഓൺ ദ എക്കണോമി ഈസ് റിലേറ്റീവ്ലി ഹയർ ദാൻ ദ അതർ റോ മെറ്റീരിയൽസ്. അതായത് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മിനറൽ എ എന്ന് പറയുന്ന ഒരു മിനറൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ഇത്ര നാളും ക്രിട്ടിക്കൽ അല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സാഹചര്യം മൂലം ഇതിന്റെ റിസർവ് തീർന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ സാധനം കിട്ടാനില്ല. ഇത് ഈ എ എന്ന് പറയുന്ന മിനറൽ ഇവിടെയുള്ള എല്ലാവിധ ഇലക്ട്രോണിക് ഐറ്റംസിൽ അല്ലെങ്കിൽ മിക്ക ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളിൽ അങ്ങനെ എല്ലാം വളരെ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മിനറലാണെന്ന് വിചാരിക്കാം. ഈ സാധനം കിട്ടാതായി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനെ ബാധിച്ചേക്കാം. ആ പ്രൊഡക്ഷനെ ബാധിക്കുന്ന ഇന്റേൺ രാജ്യത്തിന്റെ തന്നെ ഡെവലപ്മെന്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ മാറുമ്പോഴാണ് ഈ മിനറൽ എ നമ്മൾ എന്തായിട്ട് രേഖപ്പെടുത്തും? ക്രിട്ടിക്കൽ മിനറലായിട്ട് രേഖപ്പെടുത്തും. ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ മിനറൽ ഈസ് ക്രിട്ടിക്കൽ വെൻ ദ റിസ്ക് ഓഫ് സപ്ലൈ ഷോർട്ടേജ് ആൻഡ് അസോസിയേറ്റഡ് ഇമ്പാക്ട് ഓൺ ദ എക്കണോമി ഈസ് റിലേറ്റീവ്ലി ഹയർ ദാൻ ദ അതർ റോ മെറ്റീരിയൽസ്. മറ്റ് റോ മെറ്റീരിയൽസിനെക്കാളും ഈ എ എന്ന് പറയുന്ന മിനറൽ കിട്ടാതാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എ എന്തായിട്ട് പ്രഖ്യാപിക്കും? ക്രിട്ടിക്കൽ മിനറലായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം കുറച്ചെണ്ണമാണ് ഇവിടെ പറയുന്നത്. ലിഥിയം, ഗ്രാഫൈറ്റ്, കൊബാൾട്ട്, ടൈറ്റാനിയം, റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ തന്നെ ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവയൊക്കെ റീസെന്റ് ആണ് അങ്ങോട്ടേക്ക് ആഡ് ചെയ്തത്. അതുകൊണ്ട് ഓർത്തിരുന്നത് കേട്ടോ. ലിഥിയം ഉണ്ട്, ഗ്രാഫൈറ്റ്, കൊബാൾട്ട്, ടൈറ്റാനിയം, റെയർ എർത്ത് എലമെന്റ്സ് എല്ലാം അതിന്റെ ഭാഗമായിട്ട് മാറുന്നതാണ്. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ അടുത്തതായിട്ട് ഉള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതിയ പുതിയ ടെക്നോളജീസ്, സീറോ എമിഷൻ വെഹിക്കിൾസ് മീൻസ് ഇലക്ട്രോണിക് വെഹിക്കിൾസിലൊക്കെ തന്നെ ടർബൈൻ, സോളാർ പാനൽ ഇവയിലൊക്കെ തന്നെ ഈ മിനറൽസിന്റെ ആവശ്യം വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് ഇവയൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതിന്റെ റീസെന്റ് എഫേർട്സ്, ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ഡെവലപ്മെന്റ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ റീസെന്റ് പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ജൂലൈ 2023 30 ക്രിട്ടിക്കൽ മിനറൽസ് ഫോർ ഇന്ത്യയുടെ ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റ് ഒക്കെ പരീക്ഷയ്ക്ക് ആവശ്യം വരും. കാരണം കഴിഞ്ഞ ഒരു വർഷം ആകുന്നുള്ളൂ ഈ ഒരു ഡേറ്റ വന്നിട്ട്. അതുകൊണ്ട് അപ്കമിംഗ് പ്രിലിംസിന് ആവശ്യമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഏതൊക്കെ ഇൻഡസ്ട്രി ഞാൻ ഓടിച്ച് വായിക്കാം. ആന്റിമണി, ബെറിലിയം, ബിസ്മത്ത്, കൊബാൾട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടുള്ള ഫോസ്ഫറസ്, ഗ്രാഫൈറ്റ്, ദെൻ റെനിയം, സിലിക്കൺ, സ്ട്രോൺജിയം, ടാൻറ്റലം, ടെലറിയം, ദെൻ ടൈറ്റാനിയം, ടങ്സ്റ്റൺ, വനേഡിയം, സിർക്കോണിയം, സെലനിയം ആൻഡ് കാഡ്മിയം. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാം വായിച്ചില്ല. ഓൾമോസ്റ്റ് 30 ഈ പറഞ്ഞ പോലെ നിക്കൽ ഉണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് 30 മീൻസ് മിനറൽസിന് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇതൊരു റീസെന്റ് അപ്ഡേറ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽസിന്റെ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക, ഒരു സെന്റർ ഫോർ എക്സലൻസ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് സ്ഥാപിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ സ്ഥാപിച്ചിട്ടില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ടു ഫ്രെയിം പോളിസീസ്, ആ ഒരു ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, ഇൻസെന്റീവ്സ്, ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരു കമ്പനിയെ കുറിച്ച് അടുത്ത സ്ലൈഡിനകത്ത് ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്, അതൊക്കെ ചോദിക്കാവുന്ന, പരീക്ഷയ്ക്ക് വളരെയധികം ചോദിക്കാവുന്നതാണ്. സോ അതും ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട്. ദെൻ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൽ ഈയിടയ്ക്കാണ് ഇന്ത്യ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഈ മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് US ലെഡ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. ഈ സ്ലൈഡ് കാണാൻ സാധിക്കും. മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ഇറ്റ്സ് എ US ലെഡ് ഇനീഷ്യേറ്റീവ് ആണ് ടു സ്ട്രെങ്തൻ ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിൻസ്. ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിൻ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള US-ന്റെ ഒരു പാർട്ണർഷിപ്പാണ് മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്. 2022 ജൂണിലാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇന്ത്യ ഇതിന്റെ ഭാഗമാണ്. ദെൻ ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ളതാണ്. അതായത് സർക്കാരിന്റെ കീഴിലുള്ള 3 സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ജോയിന്റ് ആണ്. അതായത് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡും, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡും, ദെൻ മിനറൽ എക്സ്പ്ലോറേഷൻ കമ്പനി ലിമിറ്റഡ്. 3 ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്, മിനറൽ എക്സ്പ്ലോറേഷൻ കമ്പനി ലിമിറ്റഡ്. ഇവ 3ന്റെയും കൂടെ കൂട്ടിച്ചേരലാണ് ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡ്. ആൻഡ് ഇറ്റ് ഇസ് മാൻഡേറ്റഡ് ടു ഐഡന്റിഫൈ ആൻഡ് അക്വയർ ഓവർസീസ് മിനറൽ അസറ്റ്സ് ഓഫ് ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് നേച്ചർ സച്ച് ആസ് ലിഥിയം, കൊബാൾട്ട്. ലിഥിയത്തിന്റെയും കൊബാൾട്ട് പോലെയുള്ള സ്ട്രാറ്റജിക് എലമെന്റ്സിന്റെ ഓവർസീസ് ഈ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്യുക, അക്വയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഖനിജ് വിദേശ് ഇന്ത്യ ലിമിറ്റഡിന് ഉള്ള ചുമതലകൾ എന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്
എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. എ നോ ലിമിറ്റ് ബ്രോമാൻസ് ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ബൈലാറ്ററൽ മാറ്റർ എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് മെയിൻലി റഷ്യ ചൈന റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ അത് പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കാം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. കാരണം IR ഇന്റർനാഷണൽ റിലേഷൻസിനാണെങ്കിലും ഇന്ത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ചോദ്യത്തിനകത്ത് വരാറുള്ളത്. സോ അപ്പോൾ ഇവിടെ നോക്കുമ്പോഴേക്കും ഇതിന്റെ വാർത്ത വരാൻ കാരണം റീസെന്റ് നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചൈന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. 2 ഡേ വിസിറ്റ്. അവിടെ ഈ പറഞ്ഞ പോലെ ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻപിങ്ങുമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ ആണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റ് ഓഫ് പവർ ആണ് ഗ്രേറ്റ് ഹാൾ ഓഫ് പീപ്പിൾ. അവിടെ വെച്ചിട്ടായിരുന്നു കൂടിച്ചേരലുണ്ടായിരുന്നത്. സോ അവിടെ ഈ പറഞ്ഞ പോലെ അവർ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എസ്പെഷ്യലി എന്തുകൊണ്ടാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് അവിടെ വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ചൈന റിലേഷൻഷിപ്പിന്റെ 75th ആനിവേഴ്സറി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആണ് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഇന്ത്യ എങ്ങനെ ബാധിച്ചേക്കും? കാരണം നമുക്കറിയാം റഷ്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഓൾ വെതർ ഫ്രണ്ട് ആണ്. അതേ സാഹചര്യത്തിൽ ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു എനിമി കൂടിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മളെ അഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. റഷ്യയും ചൈനയും തമ്മിലുള്ള കൂടിച്ചേരൽ അവിടെ നടക്കുന്നത്. അത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാൻ പോകുന്നത്? ഈ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഒപ്പിടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024 റഷ്യ ചൈന പാർട്ട്ണർഷിപ്പിന്റെ 75th ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി റഷ്യ ചൈനയുടെ ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിനകത്ത് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒന്നാമത് പൊളിറ്റിക്കൽ പരമായിട്ട് ഈ പറഞ്ഞ പോലെ റഷ്യ ഉക്രൈൻ വാറിൽ ചൈന പൂർണ്ണ പിന്തുണ റഷ്യക്ക് കൊടുത്തിരിക്കുകയാണ്. നോ ലിമിറ്റ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ബിഫോർ റഷ്യ ഉക്രൈൻ വാർ എന്നുള്ള കാര്യം ചൈന വന്നിരിക്കുകയാണ്. രണ്ടാമതായിട്ട് സ്ട്രാറ്റജിക്കലി നോക്കുവാണെങ്കിൽ ചൈന ഈസ് എ ടോപ്പ് സപ്ലയർ ഓഫ് ഡ്യുവൽ യൂസ് ഐറ്റംസ്. ഡ്യുവൽ യൂസ് ഐറ്റം എന്ന് പറഞ്ഞാൽ സിവിലിയനും മിലിറ്ററി ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അതിന്റെ മേജർ സപ്ലയർ ആയിട്ട് ടോപ്പ് സപ്ലയർ ടു റഷ്യ ആയിട്ട് മാറിയിരിക്കുന്ന ആരാണ്? ചൈനയാണ്. ചൈനയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഡ്യുവൽ യൂസ് ഐറ്റംസ് റഷ്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇനി എക്കണോമിക്കൽ പരമായിട്ട് നോക്കിയാൽ പോലും ചൈന ബിക്കെയിം ദ റഷ്യസ് ബിഗസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ഇൻ 2023. 2023 റഷ്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ ആരായിരുന്നു? ചൈനയായിരുന്നു. $240 ബില്യൺ ക്രോസ് ചെയ്തിട്ടുള്ള വ്യാപാര ഇടപാടുകളാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലൂടെ ഇന്ത്യയുടെ കൺസേൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സെക്യൂരിറ്റി കൺസേൺ ആണ്. കാരണം ഒന്ന് ഈ പറഞ്ഞ റഷ്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഫ്രണ്ടാണ്, ഇപ്പുറത്ത് ചൈന ഇന്ത്യയുടെ എനിമിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചൈനയുമായിട്ട് സ്ഥിരം അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അതിർത്തി തർക്കങ്ങൾ വരുമ്പോഴേക്കും ഇനി മുതൽ റഷ്യ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സംശയം. കാരണം റഷ്യയുടെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് ചൈന. അപ്പൊ ആ ചൈനയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ റഷ്യ മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അവിടെ ഈ പറഞ്ഞ സെക്യൂരിറ്റി കൺസേൺസ്, ആ ഒരു ഡിമിനിഷ്ഡ് സപ്പോർട്ട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നാളെ ചൈനയുമായിട്ട് നമുക്കൊരു പ്രശ്നം, അതിർത്തി തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അതിൽ റഷ്യ സഹായിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇന്ത്യയെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ നെയ്ബർഹുഡ് പോളിസീസിലൊക്കെ തന്നെ ഇതിനകത്ത് മാറ്റം ചിലപ്പോൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. കാരണം ഇങ്ങനെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൈനയായിട്ട് റഷ്യ കൂടുതൽ അടുത്ത് നിൽക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് റഷ്യയും ചൈനയും കൂടുതൽ അടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും കോമൺ എനിമിയാണ് US. ഓക്കെ, ഈ കോമൺ എനിമിയായ US-ന്റെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് ആര് നിൽക്കുന്നത്? ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോംപ്ലിക്കേഷൻ. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴേക്കും അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല? US-ന് ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൂടുതലും US-നോട് അടുക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല? റഷ്യക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ എപ്പോഴും ഫോറിൻ പോളിസീസ് ഈ കാര്യങ്ങളൊക്കെ നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഇന്ത്യയുടെ ഡിലെമയാണ് ആ ഒരു സെക്യൂരിറ്റി കൺസേൺസ്. ചൈനയുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഇനി മുതൽ റഷ്യ ഇടപെടുവോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നെയ്ബർഹുഡ് പോളിസീസ് ഒക്കെ തന്നെ ആ രീതിയിലേക്ക് നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. ആ ഒരു പവർ ഡൈനാമിക്സ് ഒക്കെ തന്നെ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ആ ഒരു പ്രിലിംസ് ബേസ്ഡ് MCQ ആണ്. ക്രിട്ടിക്കൽ മിനറൽസ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടതാണ്. ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് വായിച്ചിട്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A 1 and 2 ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എങ്കിൽ ഓപ്ഷൻ A ചൂസ് ചെയ്യാം. രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് B ഓപ്ഷൻ ചൂസ് ചെയ്യാം. മൂന്നാമത്താണ് ശരിയെങ്കിൽ C ഓപ്ഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എങ്കിൽ D ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ കേട്ടിട്ട് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇത് ആൻസർ എഴുതാൻ പറ്റും തന്നെയാണ്. ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്